ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ജൂലൈ 28-നാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത്. കരളിനെ ബാധിക്കുന്ന മാരകമായ വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും പ്രതിരോധ കുത്തിവയ്പ്പുകൾ, രോഗനിർണയം, ചികിത്സ എന്നിവ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുമാണ് ഈ ദിനം മുന്നോട്ട് വയ്ക്കുന്നത്. കരളിലെ വീക്കത്തിനും ക്യാൻസറിനും കാരണമാകുന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസിനെ കണ്ടെത്തി വാക്സിൻ വികസിപ്പിച്ച നൊബേൽ സമ്മാന ജേതാവ് ഡോക്ടർ ബറൂച്ച് പംബ്ലോഗിന്റെ ജന്മദിനമാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ട് ആചരിക്കുന്നത്. 2026 ലോക ഹെപ്പറ്റൈറ്റിസ് ദിന സന്ദേശം ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നതാണ്. പരിശോധനയ്ക്കും പ്രതിരോധ ചികിത്സകൾക്കും മുന്നിൽ നിൽക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ തടസ്സങ്ങളും രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് ഈ വർഷത്തെ പ്രചാരണം ഊന്നൽ നൽകുന്നത്. 2030 ഒരു പൊതുജനാരോഗ്യ ഭീഷണി എന്ന നിലയിൽ ഹെപ്പറ്റൈറ്റിസിനെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് ലോക രാജ്യങ്ങൾ അടുക്കുന്ന നിർണായക ഘട്ടത്തിലാണ് ഈ വർഷത്തെ ദിനാചരണം നടക്കുന്നത്. കരളിനെ ബാധിക്കുന്ന അണുബാധയാണ് ഹെപ്പറ്റൈറ്റിസ്. പ്രധാനമായും A, B, C, D, E എന്നിങ്ങനെ 5 തരം ഹെപ്പറ്റൈറ്റിസ് വൈറസുകളാണുള്ളത്. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് A, E എന്നിവ മലിനമായ ഭക്ഷണത്തിലൂടെയും കുടിവെള്ളത്തിലൂടെയുമാണ് പകരുന്നത്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് B, C, D എന്നിവ രക്തം, മറ്റു ശരീരസ്രവങ്ങൾ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, ഉപയോഗിച്ച സൂചികളുടെ പുനരുപയോഗം, ഗർഭിണിയിൽ നിന്ന് കുഞ്ഞിലേക്ക് എന്നിവയിലൂടെ പകരുന്നു. തുടക്കത്തിൽ കാര്യമായ ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തതിനാൽ ഇതിനെ നിശബ്ദ രോഗം എന്ന് വിളിക്കുന്നു. സമയബന്ധിതമായി കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ ഇത് ലിവർ സിറോസിസ്, ലിവർ ഫെയിലിയർ, കരൾ ക്യാൻസർ എന്നിവയിലേക്ക് നയിച്ചേക്കാം. പലപ്പോഴും രോഗം ഗുരുതരമാകുമ്പോഴാണ് വിട്ടുമാറാത്ത ക്ഷീണം, വിശപ്പില്ലായ്മ, കണ്ണിനും ചർമ്മത്തിനും ഉണ്ടാകുന്ന മഞ്ഞ നിറം, വയറുവേദന, പനി, ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ലക്ഷണങ്ങൾക്കായി കാത്തുനിൽക്കാതെ കൃത്യസമയത്ത് പരിശോധന നടത്തുന്നതും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതും പ്രധാനമാണ്.